6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മൽഹാർ എന്ന പാഠപുസ്തകത്തിലെ 10ാമത്തെ ചാപ്റ്ററായ പരീക്ഷ എന്ന കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കഥ ഇപ്രകാരമാണ്. ദേവ്ഗഡ് നാട്ടുരാജ്യത്തിലെ ദിവാനായിരുന്ന സർദാർ സുജാൻ സിംഗ്, അദ്ദേഹം വൃദ്ധനായപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെ ഓർമ്മ വന്നു. അദ്ദേഹം മഹാരാജാവിൻ്റെ അടുത്ത് പോയി വിനയത്തോടെ അപേക്ഷിച്ചു. അടിയൻ 40 വർഷം അങ്ങയെ സേവിച്ചു. ഇപ്പോൾ എൻ്റെ പ്രായം ഒരുപാടായി. രാജ്യകാര്യങ്ങൾ നോക്കി നടത്താൻ എനിക്ക് ശക്തിയില്ല. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഈ വാർദ്ധക്യത്തിൽ എനിക്കൊരു ചീത്തപ്പേരുണ്ടാവും. ജീവിതകാലം മുഴുവനുമുള്ള നല്ല പേര് മണ്ണടിഞ്ഞു പോകും. അനുഭവസമ്പന്നനും നയതന്ത്രജ്ഞനുമായ ദിവാൻ തൻ്റെ രാജാവിന് പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ ദിവാൻ സാഹിബ് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ രാജാവ് സ്വീകരിച്ചു. എന്നാൽ ഒരു വ്യവസ്ഥ വെച്ചു. നാട്ടുരാജ്യത്തിന് ഒരു പുതിയ ദിവാനെ അങ്ങ് തന്നെ കണ്ടുപിടിക്കണം. ഇതായിരുന്നു ആ വ്യവസ്ഥ. അങ്ങനെ അടുത്ത ദിവസം രാജ്യത്തെ പ്രമുഖ പത്രങ്ങളിൽ ഈ പരസ്യം വന്നു. ദേവഗഡിന് ഒരു വിദഗ്ധനായ ദിവാനെ ആവശ്യമുണ്ട്. ഇതായിരുന്നു ആ പരസ്യം. ഈ സ്ഥാനത്തിന് യോഗ്യരെന്ന് തോന്നുന്ന മാന്യന്മാർ ഇപ്പോഴത്തെ സർദാർ സുജാൻ സിംഗിൻ്റെ അടുക്കൽ ഹാജരാകണം. അവർ ബിരുദധാരികളായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ആരോഗ്യമുള്ളവരായിരിക്കണം. ദഹനക്കുറവുള്ള രോഗികൾ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 1 മാസം വരെ ഉദ്യോഗാർത്ഥികളുടെ താമസവും പെരുമാറ്റവും ആചാരങ്ങളും ശ്രദ്ധിക്കും. വിദ്യാഭ്യാസത്തിന് കുറഞ്ഞ പ്രാധാന്യവും കർത്തവ്യത്തിന് കൂടുതൽ പ്രാധാന്യവും നൽകും. ഈ പരീക്ഷയിൽ വിജയിക്കുന്നവരാരാണോ അവരെ ഈ ഉയർന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും. ഇങ്ങനെയായിരുന്നു ആ പത്രത്തിൽ എഴുതിയിരുന്നത്. ഈ പരസ്യം രാജ്യമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ചു. അത്രയും ഉയർന്ന സ്ഥാനവും യാതൊരു നിബന്ധനകളും ഇല്ലെന്നോ? ഇത് വെറും ഭാഗ്യത്തിൻ്റെ കളിയാണ്. 100 കണക്കിന് ആളുകൾ അവരുടെ ഭാഗ്യം പരീക്ഷിക്കാൻ യാത്ര തിരിച്ചു. ദേവഗഡിൽ പുതിയതും വർണ്ണാഭവുമായ ആളുകളെ കണ്ടു തുടങ്ങി. ഓരോ തീവണ്ടിയിൽ നിന്നും ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു കൂട്ടം ഇറങ്ങി. ചിലർ പഞ്ചാബിൽ നിന്നും, ചിലർ മദ്രാസിൽ നിന്നും, ചിലരാകട്ടെ ഫാഷൻ്റെ പ്രേമികൾ, ചിലർ പഴയ വസ്ത്രങ്ങളിൽ തൃപ്തർ. വർണ്ണാഭമായ തലപ്പാവും നീളൻ കുപ്പായങ്ങളും പലതരം അംഗരക്ഷാ വസ്ത്രങ്ങളും കമ്പിളിത്തൊപ്പികളും ദേവഗഡിൽ അവരുടെ ഭംഗി പ്രദർശിപ്പിച്ചു. സർദാർ സുജാൻ സിംഗ് ഈ വന്നിട്ടുള്ളവർക്ക് നല്ല താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഓരോ വ്യക്തിയും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചു. കുറച്ചു പേരുടെ വീട്ടിൽ വേലക്കാർക്ക് അവർ കാരണം സമാധാനമുണ്ടായിരുന്നില്ല. കാരണം അവർ വേലക്കാരെ താങ്കളെന്നും ബഹുമാന്യരെന്നും അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു വ്യക്തിയാകട്ടെ രാവിലെ 9 മണി വരെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ വ്യക്തി ഇപ്പോൾ അദ്ദേഹം പൂന്തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ട് ഉദയസൂര്യനെ കാണാൻ തുടങ്ങി. ഒരാളാകട്ടെ പുസ്തകങ്ങളോട് വെറുപ്പുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വലിയ വലിയ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന തിരക്കിലായിരുന്നു. ആരോട് സംസാരിച്ചാലും അവർ വിനയത്തിൻ്റെയും സദാചാരത്തിൻ്റെയും ദേവന്മാരെ പോലെ തോന്നി. ആളുകൾ കരുതിയത് ഇതൊരു മാസത്തെ ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞു കിട്ടിയാൽ മതി. കാര്യസാധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ പോകുന്നത്? എന്നാൽ മനുഷ്യരെ അറിയുന്ന ആ വൃദ്ധനായ രത്നവ്യാപാരി മറഞ്ഞിരുന്ന് നോക്കുകയായിരുന്നു. എന്നാൽ മനുഷ്യരെ അറിയുന്ന ആ വൃദ്ധനായ ആ ദിവാൻ എല്ലാം മറഞ്ഞിരുന്ന് നോക്കുകയായിരുന്നു. ഈ കൊക്കുകളുടെ കൂട്ടത്തിൽ എവിടെയാണ് അരയന്നം ഒളിച്ചിരിക്കുന്നത്? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഒരു ദിവസം കുറച്ച് പേർക്ക് തോന്നി, നമുക്ക് ഒരു ഹോക്കി കളിച്ചാലോ? ഹോക്കിയിലെ പരിചയസമ്പന്നരായ കളിക്കാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതും ഒരു വിദ്യയാണല്ലോ, എന്തിനാണ് ഇത് ഒളിച്ചു വെക്കുന്നത്? ഒരുപക്ഷെ കൈകളുടെ അഭ്യാസവും പ്രയോജനപ്പെട്ടേക്കാം. ശരി, അങ്ങനെ തീരുമാനിച്ചു.
കളിക്കളം ഒരുങ്ങി. കളി തുടങ്ങി. ആളുകൾ പന്ത് തട്ടാൻ തുടങ്ങി. ദേവ്ഗഡ് നാട്ടുരാജ്യത്തിൽ ഈ കളി വളരെ അപൂർവമായിരുന്നു. വിദ്യാസമ്പന്നരും മാന്യരുമായ ആളുകൾ ചെസ്സും ചീട്ടുകളിയും പോലുള്ള ഗൗരവമേറിയ കളികളാണ് കളിച്ചിരുന്നത്. ഓട്ടവും ചാട്ടവും കുട്ടികളുടെ കളിയായിട്ടാണ് അവിടെ കണക്കാക്കപ്പെട്ടിരുന്നത്. അങ്ങനെ കളി വലിയ ആവേശത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു. പന്തുമായി വേഗത്തിൽ പറക്കുമ്പോൾ ഒരു തിരമാല മുന്നോട്ടു പോകുന്നത് പോലെയാണ് തോന്നിയത്. എന്നാൽ മറുവശത്തെ കളിക്കാർ ഈ മുന്നേറ്റത്തെ ഒരു ഇരുമ്പ് ഭിത്തി പോലെ തടഞ്ഞു നിർത്തി. വൈകുന്നേരം വരെ ഈ ആവേശം തുടർന്നു. ആളുകൾ വിയർത്തു കുളിച്ചു. ശരീരത്തിലെ ചൂട് കണ്ണുകളിലും മുഖത്തും പ്രകടമായിരുന്നു. കിതച്ച് അവശരായി. എങ്കിലും ജയപരാജയങ്ങൾ തീരുമാനമായില്ല. ഇരുട്ടായിരുന്നു. ഈ മൈതാനത്തിൽ നിന്ന് അല്പം മാറി ഒരു തോടുണ്ടായിരുന്നു. അതിന് പാലമൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രക്കാർ തോടിലൂടെ നടന്നു വേണമായിരുന്നു വരാൻ. കളി കഴിഞ്ഞ ഉടനെ കളിക്കാർ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ഒരു കർഷകൻ ധാന്യം നിറച്ച വണ്ടിയുമായി ആ തോട്ടിലേക്ക് വന്നു. തോട് കുറച്ച് ചെളിയുണ്ടായിരുന്നു. പിന്നെ കയറ്റം വളരെ കൂടുതലുമായിരുന്നു. അതിനാൽ വണ്ടിക്ക് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അയാൾ ചിലപ്പോൾ കാളകളെ വിളിച്ചു, ചിലപ്പോൾ കൈകൊണ്ട് ചക്രങ്ങൾ തള്ളി നോക്കി. പക്ഷേ ഭാരം കൂടുതലും കാളകൾ ദുർബലരുമായിരുന്നു. വണ്ടി മുകളിലേക്ക് കയറാതെ കുറച്ചു നേരം കയറിയാൽ പോലും വീണ്ടും താഴേക്ക് വഴുതിപ്പോന്നിരുന്നു. കർഷകൻ വീണ്ടും വീണ്ടും ശക്തിയായി ശ്രമിക്കുകയും ദേഷ്യത്തോടെ കാളകളെ അടിക്കുകയും ചെയ്തു. പക്ഷേ വണ്ടി മുകളിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. പാവം നിരാശയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷേ ഒരു സഹായിയെയും അവിടെ കണ്ടില്ല. വണ്ടിയെ ഒറ്റക്കാക്കി എവിടെയും പോകാനും കഴിയില്ല. വലിയൊരു ആപത്തിൽ അവൻ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കളിക്കാർ കയ്യിൽ ഹോക്കി സ്റ്റിക്കുമായി കളിച്ച് നടന്ന് അതുവഴി വന്നു. കർഷകൻ ഭയത്തോടെ അവരെ നോക്കി. പക്ഷേ ആരോടും സഹായം ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല. കളിക്കാരും അവനെ കണ്ടു. എന്നാൽ സഹാനുഭൂതിയില്ലാത്ത അടഞ്ഞ കണ്ണുകളോടെയായിരുന്നു ആ നോട്ടം. അവരിൽ സ്വാർത്ഥരും അഹങ്കാരികളും ഉണ്ടായിരുന്നു. എന്നാൽ ഔദാര്യത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒരംശം പോലും അവരിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദയയും ധൈര്യവും ഉണ്ടായിരുന്നു. ഹോക്കി കളിച്ചപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കാലിനെ പരിക്കേറ്റിരുന്നു. മുടന്തിക്കൊണ്ട് അദ്ദേഹം പതുക്കെ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് വണ്ടിയിലുടക്കി. അദ്ദേഹം നിന്നുപോയി. കർഷകൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ശരി, നീ വണ്ടിയിൽ കയറി കാളകളെ നോക്ക്. ഞാൻ ചക്രങ്ങൾ തള്ളിത്തരാം. ഇപ്പോൾ തന്നെ വണ്ടി മുകളിലേക്ക് കയറും. കർഷകൻ വണ്ടിയിലിരുന്നു. യുവാവ് ശക്തിയായി ചക്രം തള്ളി. ചെളി ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം കാൽമുട്ടുവരെ നിലത്ത് താഴ്ന്നുപോയി. പക്ഷേ ധൈര്യം കൈവിട്ടില്ല. അദ്ദേഹം വീണ്ടും ശക്തിയായി തള്ളി. അവർ തോളുകൾ കുനിച്ച് ഒന്നിച്ച് ശക്തിയായി വലിച്ചപ്പോൾ വണ്ടി തോടിന് മുകളിലെത്തി. കർഷകൻ യുവാവിൻ്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഇന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കേണ്ടി വന്നേനെ. യുവാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരുന്നുണ്ടോ? കർഷകൻ ഗൗരവഭാവത്തോടെ പറഞ്ഞു, നാരായണൻ വിചാരിച്ചാൽ ദിവാനായി അങ്ങയെ തന്നെ തിരഞ്ഞെടുക്കും. യുവാവ് കർഷകനെ ശ്രദ്ധയോടെ നോക്കി. അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ഇത് സുജാൻ സിംഗ് തന്നെയല്ലേ? ശബ്ദം ഒരുപോലെ തോന്നുന്നു. രൂപവും അതുപോലെ തന്നെ. കർഷകനും അദ്ദേഹത്തെ രൂക്ഷമായി നോക്കി. ഒരുപക്ഷെ അവൻ്റെ മനസ്സിലെ സംശയം മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങിയാൽ മാത്രമേ മുത്ത് ലഭിക്കൂ. അങ്ങനെ ഒരു മാസം പൂർത്തിയായി. തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വന്നു ചേർന്നു. ഉദ്യോഗാർത്ഥികൾ പ്രഭാതം മുതൽ തങ്ങളുടെ വിധി കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഓരോ നിമിഷവും വലിയ പ്രയാസമായി. ഓരോരുത്തരുടെയും മുഖത്ത് പ്രതീക്ഷയുടെയും നിരാശയുടെയും ഭാവങ്ങൾ മാറി മാറി വന്നു. ആരുടെ ഭാഗ്യമാണ് ഇന്ന് തെളിയുക എന്നറിയില്ല.
ആർക്കാണ് ലക്ഷ്മിയുടെ കൃപാകടാക്ഷം ലഭിക്കുക എന്നറിയില്ല. വൈകുന്നേരം രാജാവിൻ്റെ ദർബാർ അണിയിച്ചൊരുക്കി. നഗരത്തിലെ പ്രമുഖരും ധനികരും രാജ്യത്തിലെ ഉദ്യോഗസ്ഥരും ദർബാറിലുള്ളവരും ദിവാൻ സ്ഥാനത്തേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ കൂട്ടവും എല്ലാവരും വർണ്ണാഭമായ വേഷസംവിധാനങ്ങളോടെ ദർബാറിലെത്തി. ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചിൽ തീവ്രമായ മിടിപ്പുണ്ടായിരുന്നു. സർദാർ സുജാൻ സിംഗ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദിവാൻ സ്ഥാനത്തേക്കുള്ള ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് എന്നോട് ക്ഷമിക്കുക. ഈ സ്ഥാനത്തേക്ക് ഹൃദയത്തിൽ ദയയും അതോടൊപ്പം ആത്മബലവുമുള്ള ഒരാളെയാണ് ആവശ്യം. ഉദാരമായ ഹൃദയം, ആപത്തുകളെ ധീരതയോടെ നേരിടാനുള്ള ആത്മബലം, ഇവ രണ്ടും ഉള്ള ഒരാൾ. ഈ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരാളെ ലഭിച്ചു. അത്തരത്തിലുള്ള ഗുണങ്ങളുള്ളവർ ലോകത്തിൽ കുറവാണ്. അങ്ങനെയുള്ളവർ കീർത്തിയുടെയും ബഹുമാനത്തിൻ്റെയും കൊടുമുടിയിൽ ഇരിക്കുന്നവരാണ്. അവിടെയൊന്നും നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഞാൻ നാട്ടുരാജ്യത്തിലെ പണ്ഡിറ്റ് ജാനകിനാഥിന് ദിവാൻ സ്ഥാനം ലഭിച്ചതിന് അഭിനന്ദനങ്ങൾ നേരുന്നു. നാട്ടുരാജ്യത്തിലെ ഉദ്യോഗസ്ഥരും പ്രമുഖരും ജാനകിനാഥിനെ നോക്കി. ഉദ്യോഗാർത്ഥികളുടെ കണ്ണുകളും അങ്ങോട്ടുയർന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ കണ്ണുകളിൽ ആദരവായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകളിൽ അസൂയയായിരുന്നു. സർദാർ സാഹിബ് വീണ്ടും പറഞ്ഞു, സ്വയം പരിക്കേറ്റിട്ടും ഒരു പാവപ്പെട്ട കർഷകൻ്റെ ധാന്യം നിറച്ച വണ്ടി ചെളിയിൽ നിന്ന് പുറത്തെടുത്ത് തോടിന് മുകളിലേക്ക് കയറ്റിക്കൊടുത്ത വ്യക്തിയുടെ ഹൃദയത്തിൽ ധൈര്യവും ആത്മബലവും ഉദാരതയുമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതിൽ എതിർപ്പുണ്ടാകില്ല. അങ്ങനെയുള്ള ഒരാൾ പാവങ്ങളെ ഒരിക്കലും ദ്രോഹിക്കില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉറച്ചതാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്ഥിരതയുള്ളതാക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റിയേക്കാം, എങ്കിലും ദയയിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വ്യതിചലിക്കില്ല. ഇതാണ് പരീക്ഷ എന്ന കഥ.